أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. അതിൽ സാക്കിനായ നൂന് എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണ്. സാക്കിനായ നൂനുള്ളത് എത്ര? 8 മിനിറ്റ് വേഗം എണ്ണണേ. സാക്കിനായ നൂന് എത്രണ്ണ? എത്രണ്ണുണ്ട്? 6 എന്നാ പറഞ്ഞോളി. 6 ഉണ്ടോ? 6 എന്നാ പറഞ്ഞോളി. ഏതൊക്കെ? 1 അൻ നിലൊടുത്ത നൂന്, 2 ഇൻ, 3 കുൻ, ഇല്ലേ? ഒക്കെ സാക്കിനായ നൂന. സാക്കിനായ നൂന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നഗ്നമായ നൂന്, നഗ്നമായ ഹർക്കത്തൊന്നുമില്ലാത്ത നൂന്. പിന്നെ 3 ആയതിൽ തന്നെ. പിന്നെ അന്തശിയ 4 പിന്നെ ഇവിടെ വ അൻതും അവിടെയും 5. അതിലേ ഉള്ളൂ. ഇന്നുണ്ടോ ഇവിടെ? പക്ഷേ വ്യത്യാസമുണ്ട്. അതിന് പറയാം റസുൽഹായുള്ള നൂന് എന്നാട്ടോ. ഇതിന് പറയാം റസുൽഹായുള്ള നൂന്. ശരിയായ സാക്കിന നൂനിതാ. മറ്റേന് പേര് പറയാം റസുൽഹായുള്ള നൂന് എന്നാ. ഇദ്ഗാമിൻ്റെ കൂട്ടത്തിൽ രണ്ടും സാക്കിനായ നൂനായിട്ടാണ് എണ്ണണമെങ്കിലും പിന്നെ തജ്വീദിൻ്റെ പണ്ഡിതന്മാർ ഇതിനെ സാക്കിനായ നൂനും ഇതിനെ പിന്നെ ഒന്നൊക്കെ പറയും ഇൽഹാറിൻ്റെ നൂന്, അല്ലെങ്കിൽ പിന്നെ റസുൽഹായുള്ള നൂന്. ഇതെത്ര എണ്ണം വന്നിനെ? 5. എന്താ അവിടെ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഒന്നൊക്കെ 2 കാര്യത്തിനാണ് ഇത് വരിക. ഒന്ന് ഇദ്ഗാം അല്ലെങ്കിൽ ഇഖ്ഫാ. ഇത് വന്നാലോ? ഇങ്ങനെ വന്നാൽ രണ്ടാലൊരു കാര്യത്തിന് വരും. ഒന്നൊക്കെ ഇദ്ഗാം അല്ലെങ്കിൽ ഇഖ്ഫാ. ഇനി ഇദ്ഗാമാണോ അല്ലേന്ന് എങ്ങനെ നമ്മൾ പിന്നെ വേർതിരിക്കുക? അക്ഷരം, ഈ നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം നോക്കുക. യർ, മ, ലു, ന. ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമൈക്കാരം. പിന്നെ ഇൽഹാറോ? ഹംസ, പിന്നെന്താണ് പറഞ്ഞോളി? ഹാ, ഐന്, വൈന്, ഹാ, ഖാ. ഈ അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ വയ്ക്കണം. ബാക്കി അറബി അക്ഷരമാലയിലെ ഒരു ഭാഗമുണ്ട്. അതെന്തിന് വരുന്ന? ഇഖ്ലാബ് വരുന്ന. അൻ തഴുതു ഏതാ വന്നത്? ഇഖ്ഫാവിൻ്റെ അക്ഷരം അല്ലേ? ഇൻ അതിൻ്റെ ശേഷം ഇഖ്ഫാ. കുൻ അതിൻ്റെ ശേഷം ഇഖ്ഫാ. പിന്നെ ഇവിടെ അന്തശിയ അവിടെയും ഇഖ്ഫാ. പിന്നെ
വ അൻതും അതൊക്കെ ഇഖ്ഫാനുള്ള. അപ്പം എങ്ങനെ ഓതണം ഇഖ്ഫ ആവുമ്പം? ശക്തമായ പിന്നെ ആ ശിദ്ധത്തോടു കൂടിയുള്ള മണിക്കൽ പാടില്ല, മറിച്ച് കനം കുറച്ച മണിക്കലാണ് ചെയ്യേണ്ടത്. അതാണ് ഇഖ്ഫ എന്ന് പറയുന്നതിൻ്റെ ഒരടയാളം. അപ്പം എങ്ങനെ ഓതണം? അത് വന്ന സ്ഥലം നോക്കി, എവിടെയുള്ള അബദ ഉണ്ടോ? അബദൻ എന്നുള്ള ദാലിൻ്റെ മുകളിൽ എങ്ങനെ വന്നത്? രണ്ടും ഒപ്പരം അല്ലേ? അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൽഹാറാക്കണം. ഇനി അങ്ങനെയല്ല വന്നതെങ്കിലോ, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയാണ് വന്നതെങ്കിലോ, പിന്നെ തെൻവീനിൻ്റെ കൂട്ടത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ, ഏറ്റവും ഷോർട്ടായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ഐഡിയ അതാണ്. ഞാൻ അത് വന്നുകൊണ്ട് നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ അദാബുൻ കണ്ടോ? അദാബുന്നിലോടത്ത് ആ ലൊമ്മിട്ട് ഒരു കൊക്ക എങ്ങനെയും ഒരു ചട്ടി ഒരു കൊക്ക ചെരിച്ചുവിട്ടണ്, കമഴ്ത്തിയിട്ടണ്. റായിന് ഉന്നത്തില്ല. അപ്പം എങ്ങനെ ഓതണം? റഊഫുർ റഹീം. ആ റഊഫു എന്നുള്ള ഫു മാത്രം ഓതുക, എന്നിട്ട് അടുത്ത ലൊമ്മിന് എന്ത് ചെയ്യുക? റായിലേക്ക് കേട്ട് ഇദ്ഗാം ചെയ്യാം. അതാണ് അതിൻ്റെ സൂത്രം. എന്തെങ്കിലും വേറെ സംശയം ഉണ്ടോ? ആ, അവിടെ ചേർത്തി ഓതലാണ് നല്ലത്. ഒരാൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആശയം പൂർത്തിയാവുന്നതുകൊണ്ട് തെറ്റില്ല. ചില ഖുർആനിൽ അവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ അടയാളം ഉണ്ടാവും നിർത്താനുള്ള. എല്ലാ ഖുർആനിലും ഉണ്ടാവില്ല. അഫ്സിൻ്റെ ഖുർആനിലില്ല, മറ്റ് ചില ഖുർആനിൽ കാണാം, സിറിയ എന്നൊക്കെയുള്ള ഖുർആനിൽ കാണാം. അപ്പം ഏറ്റവും നല്ലത് പിന്നെ നേരെ പോലാണ്, ബസ്സിലാണ് നല്ലത്. അപ്പം എങ്ങനെ ഓതണം? ലിമിസ്ലിഹി അബദ. അബദൻ അബദൻ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാനൊന്നും പാടില്ല. അബദൻ ഇൻ കുന്തും. മിസ്ലിഹി എന്ത് ചെയ്യണം? 4 to 6 വരെ. 5 പറഞ്ഞോലുണ്ടാവും, 4 പറഞ്ഞോലുണ്ടാവും. പക്ഷേ മാക്സിമം പോയാൽ എത്ര പോവാം? 6 വരെ പോവാം. അപ്പം ലിമിസ്ലിഹി അബദ ഒന്നൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ലിമിസ്ലിഹി അബദൻ ഇൻ കുന്തും. പിന്നെ വേറെന്തെങ്കിലും? അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞിടത്ത് എന്താ ചെയ്യേണ്ടത്? അലീമുൻ ഹക്കീം, ആ മീമിനെ ഇൽഹാർ ചെയ്യണം. ആ കൊക്കണ്ടില്ലങ്ങൾ അല്ലേ? ഒന്ന് കമഴ്ത്തിയിട്ടാണ്, അങ്ങനെ ഇട്ടാൽ മനസ്സിലാക്കുക അത് ഇൽഹാറിനാണ്. അപ്പം എന്താ? അലീമുൻ ഹക്കീം. അതേപോലെ അദാബുൻ അലീം. വേറെന്തെങ്കിലും? റഊഫുർ റഹീം എന്ത് ചെയ്യണം? ഇദ്ഗാം എവിടെ? അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ നിർത്താതിരിക്കലാണൊക്കെ ഉത്തമം. ആശയം പൂർത്തിയാവുന്നിടത്തൊക്കെ പൊതു റൂൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആശയം മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. അല്ലാത്തതും കൊണ്ടുപോയിട്ട് നിർത്തിയാൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല എന്താ? അടയാളമില്ലാത്തടത്ത് വീണ്ടും കൂട്ടി ഓതാം. സ്റ്റോപ്പിന് അടയാളമില്ലാത്തടത്ത് വീണ്ടും കൂട്ടി ഓതാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലഹും അദാബുൻ അലീമും ഫിദ്ദുന്യ. അവിടെ അലീമും ഫി എങ്ങനെ ഓതണം? ആ മീമിന് എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? അലീമും ഫിദ്ദുന്യ, അലീമും ഫിദ്ദുന്യ. പിന്നെ മറ്റേ സ്ഥലം ഇനി ഞാൻ അറിവുള്ളവർക്കൊരു ചോദ്യം വിടുകയാണ്. സാക്കിനായ നൂനിൻ്റെ ശേഷം യാ വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ദുന്യ എന്നുള്ളിടത്ത് എന്തുണ്ട്? അത് നിങ്ങൾ നാളെ കണ്ടുപിടിച്ച് തരാം, ഇന്ന് പറയില്ല. ഈ സാക്കിനായ നൂനിൻ്റെ ശേഷം യാ വന്നില്ലേ, എന്തുകൊണ്ട് മണിക്കില്ല? ദുന്യ എന്ന് പറയണ്ട നമ്മൾ ഇല്ല. എന്തുകൊണ്ട് മണിക്കണില്ല ഇന്ന് പറയണ്ട, നാളെ പറഞ്ഞാൽ മതി, അടുത്ത ക്ലാസ്. ഓക്കെ? അത് നാളെ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. നമ്മളെ നിയമം ഇതാണല്ലോ. യാഇൻ്റെ ശേഷം സാക്കിനായ നൂനിൻ്റെ ശേഷം യാ വന്നാൽ എന്ത് ചെയ്യണം? മണിക്കണം, ഇദ്ഗാം ചെയ്യണം, ഉന്നത്ത് വേണം. പക്ഷേ ദുനിയയിലില്ല. എന്തുകൊണ്ട്? അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിനും വരിക. വേറെ എന്തെങ്കിലും സംശയം? ഒരു ഇതുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കൂലേ? ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമല്ല,
നിങ്ങൾ അന്വേഷിക്കണം. ആ ആ എന്താണ് മനസ്സിലായില്ല? ആ ആ തജ്വീദാണ് നിങ്ങൾ പറയണേ? അത് നമുക്ക് ആശയം പറയുമ്പോൾ പറയാം, അവിടെ ചോദിച്ചാൽ മതി. വേറെ തജ്വീദ് മാത്രം ചോദിക്കും. ഇപ്പോൾ നമ്മളെ സ്റ്റെപ്പ് ഉണ്ട്: തജ്വീദ്, ലാംഗ്വേജ്, അതേപോലെ തഫ്സീർ, അതിൻ്റെ ശേഷം എന്തെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ, ശാസ്ത്രം ഉണ്ടെങ്കിൽ, അവസാനം അതിൻ്റെ വിശദീകരണം നമ്മളെ വക. അത് അവസാനം നിങ്ങൾക്ക് ഒഴിവാക്കുള്ളതാ. നമ്മളെ വക ഉദാഹരണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അവസാനം ചായ ഉണ്ടാവും അല്ലേ? ഓക്കെ. തജ്വീദിൽ എന്തോ ഉണ്ടോ? ഇല്ല. നമുക്ക് എടുക്കാനുള്ള ഇഞ്ഞോടുന്ന യഇലുക്കുമുള്ള അർത്ഥം പറഞ്ഞോളി. യഇലുക്കുമുള്ള അല്ലാഹു വേഗം പറഞ്ഞോളി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാക്കെ വിശദീകരിക്കാനോട്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വയലറിയാം. അതന്നെ യഇലുക്കുമുള്ള. അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. വഅദ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? വസിയത്ത്, ഉപദേശം, നസീഹത്ത് എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. കഫാബിൽ മൗത്തി വാഇല എന്നൊക്കെ ഹദീസ് കേട്ടില്ല നിങ്ങൾ? ഏറ്റവും വലിയ ഉപദേശകനായിട്ട് മരണം തന്നെ മതി എന്ന് പറയുന്നതാണ്. അവിടെ വാഇല ഉപദേശകൻ, പ്രാസംഗികൻ. അവിടെ വഅല യഇലു എന്നതിൽ നിന്നാണ് ആ പദം ഉണ്ടാവേണ്ടത്. വഅല എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശിച്ചു. അതിൻ്റെ മുലാരിയാണ് ഇത് യഇലു അല്ലേ? ഇവിടെ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് മുലാരിയാക്കുമ്പം അതിൻ്റെ ഫാഫീൽ കളയുന്ന, അങ്ങനെയാണ്. വക്ക യക്കി, വക്ക യൂക്കി എന്നല്ല പറയാം, വക്ക യക്കി അല്ലേ? ആ രൂപത്തിലാണത് വരുന്നത്. വഅല യഇലു. അപ്പോൾ യഇലു ഉപദേശിക്കുന്നു. കും നിങ്ങളോട്. ആരുപദേശിക്കുന്നു? അല്ലാഹു ഉപദേശിക്കുന്നു. അൻ തഊദു നിങ്ങൾ ആദാന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥം മടങ്ങ, പിന്നെ തിരിച്ചു പോവുക ഇല്ലേ? അപ്പോൾ അൻ തഊദു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മടങ്ങാൻ. ഇനി പറഞ്ഞുതരാം. പിന്നെ ലിമിസ്ലിഹി ഇതുപോലുള്ളതിലേക്ക്, അബദ ഒരിക്കലും. മടങ്ങാനാണോ ഉപദേശിക്കുന്നത്? അല്ല. അപ്പോൾ ഒരർത്ഥം മടങ്ങാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾ മടങ്ങാതിരിക്കാനാണ്, ആവർത്തിക്കാതിരിക്കാനാണ് അല്ലാഹു തആല നിങ്ങളോട് ഉപദേശിക്കുന്നത്. അബദ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ടൈം മുതൽ, അതാണ് അബദ്. ഈ ടൈം മുതൽ നിങ്ങളുടെ മരണം വരെ, അതാണ് അബദൻ. അഥവാ ഭാവി കാലത്ത് നിങ്ങൾ ഈ പ്രവർത്തനം ഇനി ആവർത്തിക്കാതിരിക്കാനാണ് അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുന്നത്. ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, മുഅ്മിനീൻ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ഇതുപോലുള്ള വർത്താനത്തിലേക്ക് മടങ്ങാതിരിക്കാനാണ് അല്ലാഹു തആല ഇത് നിങ്ങളോട് ഉപദേശിക്കുന്നത്. വയുബയ്യിനുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. വല്ലാഹു അലീമുൻ ഹക്കീം അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനുമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന തീർച്ചയായും യാതൊരു കൂട്ടർ, യുഹിബ്ബൂന അവർ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അൻ തശീഅ അൽ ഫാഹിഷ വേണ്ടാവൃത്തി അല്ലെങ്കിൽ അശ്ലീല വർത്തമാനങ്ങൾ, അശ്ലീല കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, നീചപ്രവൃത്തി അത് പ്രചരിപ്പിക്കാൻ തശീഅ എന്ന് പറഞ്ഞാൽ അത് വൈറലാവാൻ. ഷാ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം വൈറലാവുക, എല്ലാ ജനകീയമാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുത്ത് എത്തുക. അതിനാണ് ഷാ എന്ന ശരിക്ക് ആധുനിക പത്രഭാഷയിൽ ആ പദം ഉപയോഗിക്കുന്നത്. ഷാ എന്നൊക്കെ ഉപയോഗിച്ച് കാണാം അല്ലേ? അൻ തശി അൽ ഫായിഷ ഈ നീചവൃത്തി വ്യാപകമാവാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഫില്ലദീന ആമനു സത്യവിശ്വാസികൾക്കിടയിൽ ലഹും അത്തരം ആളുകൾ കൊണ്ട് അദാബുൻ ശിക്ഷ, അലീമുൻ
വേദനാജനകമായ അല്ലെങ്കിൽ നോവേറിയ ഫിദ്ദുന്യ ഇഹത്തിലും വൽ ആഖിറ പരത്തിലും. അപ്പം ഇഹത്തിലും പരത്തിലും നോവേറിയ ശിക്ഷയാണ് ഇത്തരം ആളുകൾക്കുള്ളത്. വല്ലാഹു യഅലമു, അല്ലാഹു എല്ലാം അറിയുന്നു. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾ ഒന്നും അറിയാത്തവരാണ്, നിങ്ങൾ അറിയാത്തവരാണ്. വലൗലാ ഫദ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ കാരുണ്യം ഇല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ആ നിഅമത്ത് ഇല്ലെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ റഹ്മത്തും കാരുണ്യവും ഇല്ലെങ്കിൽ, വ അന്നല്ലാഹ റഊഫുർ റഹീം, കാരുണ്യം ഇല്ലെങ്കിൽ എന്താ, നിങ്ങളെ കഥ കുമ്പളങ്ങിയാണെന്ന് അവിടെ സങ്കല്പിക്കണം. അത് പറഞ്ഞുതരാം. വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു റഊഫുൻ അങ്ങേയറ്റം കനിവ് കാണിക്കുന്നവനാണ്, റഹീമുൻ അങ്ങേയറ്റം റഹ്മത്ത് കാണിക്കുന്നവനുമാണ്. റിവേഴ്സ് എടുത്ത് വരിക. യഅ്ലുകുമുല്ലാഹ്, വഅള് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വസ്സാന. എന്താ ഈ വസ്സാന്ന് പറയുന്നത്? വസിയത്ത് കൊടുക്കുക, ഉപദേശം കൊടുക്കുക. എപ്പോഴാണ് നമ്മൾ ഉപദേശം കൊടുക്കൽ? ഉപദേശം കൊടുക്കൽ എപ്പോഴാ? ഭാഷയാണ് കേട്ടോ പറയുന്നത്. ഒരു ഏകദേശം പറഞ്ഞോളി വരട്ടെ. വാപ്പ രോഗിയായി ഇങ്ങനെ കിടക്കുമ്പോൾ ഏതായാലും ഇപ്പം ഇഞ്ഞ് തിരിച്ചു വരൂല എന്നറിയുമ്പോൾ മക്കൾക്ക് ചില വസിയത്ത് കൊടുക്കും. ആ വസിയത്ത് എന്താ കൊടുക്കുക? ബാപ്പ ജനിച്ചത് മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പടപടാ ചെറ എന്ന് പറയോ? ഇല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അല്ലേ? ചെറ പറയാൻ കഴിയൂല വാപ്പക്കൊന്ന്. 2, അതിപ്രധാനമായി അണ്ടർലൈൻ ചെയ്യേണ്ട ആ പദം മാത്രമേ, ആ വാക്കുകൾ മാത്രമേ ആ സമയത്ത് വസിയത്ത് ചെയ്യൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹദീസുൽ ഇഫ്ക് അഥവാ ആരോപണ വാർത്ത പിന്നെ ആളുകളിങ്ങനെ പറയുമ്പോൾ ഇനി അല്ലാഹ് പറയാ, ഇനി നിങ്ങളടുത്ത് എന്തുണ്ടാകാൻ പാടില്ല, ഇത്തരം ആരോപണ വാർത്ത ഉണ്ടാകാൻ പാടില്ല കേട്ടോ എന്ന് മുസ്ലിം ലോകം എപ്പോഴാണോ ഇവിടെ അവസാനിക്കുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനാണ് ഏത് കാര്യത്തിലായാലും ആ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഉപദേശമായി കൊടുക്കാറുള്ളൂ. അതാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഇതുപോലെ പിതാവ് മക്കളോട് വസിയത്ത് നൽകുന്നത് പോലെ. അപ്പം അങ്ങനെ വസിയത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ ആ ഉപദേശത്തിൽ പ്രധാനമായിട്ട് 2 ഇവിടെ ഇപ്പം എന്താ വസ ഉപയോഗിക്കാതെ ഉപദേശിക്കുക എന്നുള്ളതിന് ഒരുപാട് അറബി വാക്കുകളില്ലേ? വസ്സുണ്ട്, പിന്നെന്തുണ്ട്, നസഹുണ്ട്, വേറെയും കുറേ പദങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വഅള ഉപയോഗിക്കാനുള്ള കാരണം എന്താ? വഅള എന്ന് പറയുമ്പോൾ അതിലൊരു ലുത്ഫ് ഉണ്ട് എന്നാ. എന്താ ലുത്ഫ്? ഒരു കനിവുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആയിഷ ബീവിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ പറഞ്ഞു, ശരി, എന്നാലും എൻ്റെ വെറുപ്പ് നിങ്ങളോടില്ല. അതിലെന്തുണ്ട്? നിങ്ങളോട് ഇനി നിങ്ങൾ ആവർത്തിക്കില്ലെങ്കിൽ എൻ്റെ ഒരു കനിവ്, ഒരു ലുത്ഫ് അതിലുണ്ട്. അതേപോലെ ആ വഅള് പറയുമ്പോൾ അതിലൊരു റഹ്മത്തുണ്ട്. നമ്മൾ നാട്ടിൽ വയലറിയാമല്ലേ മലയാളത്തിൽ? എന്താ ഈ വയലിൽ, ആ ഉപദേശത്തിൽ എന്താ? നമുക്ക് വിശുദ്ധ ഖുർആൻ മുഖേന കിട്ടേണ്ട ആ ലുത്ഫിൻ്റെയും കാരുണ്യത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വാക്കുകളാണ് അയാൾ തരുന്നത്. അതുകൊണ്ട് വഅള് എന്ന ആ പദപ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം എന്നാ. അങ്ങനെ ഒരു ഭാഷ ഉദ്ദേശം കൂടി ഇതിലുണ്ട്. വഅള യഇലു യഇലുക്കുമുല്ലാ എന്ന് പറഞ്ഞിടത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഇലുക്കുമുല്ലാ. പിന്നെ പറയാം അല്ലാഹു, അല്ലേ? ആരുടെ കനിവും ആരുടെ റഹ്മത്തും ആരുടെ വഅളുമാണ് നമുക്ക് കിട്ടുന്നത്? അള്ളാൻ്റെ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ. അപ്പം അതിൻ്റെ അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹത്വങ്ങളൊന്നും ആലോചിച്ച് നോക്കും. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തെറ്റ് ചെയ്തിട്ടും, ഞാൻ തെറ്റ് ചെയ്തു, ആരോപണം പറഞ്ഞു,
ഇനി ഞാൻ പറയാൻ പോവില്ല. എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ആ സിട്ടാവായ അള്ളാഹുവിൻ്റെ കാരുണ്യവും ലുത്തുഫും അതിലുണ്ട് എന്ന് ആ വഅല എന്ന് പറയുന്ന പദത്തിൻ്റെ അകത്തളത്തിൽ ഇങ്ങനെ ചുരുണ്ടി അടക്കേണ്ടതാണ്. എന്താ ചുരുണ്ടി അടക്കാന്നാൽ, നിങ്ങൾ നമ്മളെ നാട്ടിലെ പിന്നെ മാവൊക്കെ കണ്ടില്ലേ, പറങ്കി മാവൊക്കെ കണ്ടില്ലേ? വേനൽക്കാലത്ത് എന്ത് ചെയ്യും? വേനൽക്കാലത്ത് എന്താ ഉണ്ടാവുക? ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഒരു മഴ ചെയ്ത് ആ ഇല ഇങ്ങനെ എടുക്കാൻ പോയാൽ എന്താ ഉണ്ടാവുക? ഷൗക്കത്തിനൊക്കെ അറിയാം എന്താ ഉണ്ടാവുക? മൂർഖൻ പാമ്പ് ഇങ്ങനെ ചുരുണ്ടി അടുക്കുണ്ടാവും അല്ലേ? ചുരുണ്ടി അടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേ പ്രകാരം ഒരു പദത്തിൻ്റെ അകത്തളത്തിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ടാവും. ഒരു അറബിയുടെ പ്രത്യേകത അതാ. അറബി വാക്കിന് നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന ആ കാര്യം മാത്രമല്ല. അതുകൊണ്ട് തന്നെ അത് പരിപൂർണമായി തർജ്ജമ ചെയ്യുക എന്നുള്ളത് സാധിക്കാത്തൊരു സംഗതിയാണ്. ഒരാളുടെ ഐക്യം അനുസരിച്ച് പിന്നെ ഭാവനയും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് വേറെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നോക്കി നിങ്ങൾ വഅലയിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഈ 2 കാര്യം അതിൽ ഉണ്ട് എന്നാ. ഒന്ന് എന്തുണ്ട്? കാരുണ്യമുണ്ട്, ലുത്തുഫുണ്ട്. ആരുടെ കാരുണ്യം? ഉമ്മൻ്റെ കാരുണ്യമല്ല, പാപ്പൻ്റെ കാരുണ്യമല്ല, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിലുണ്ട്. ഇത് ഭാഷയാണ് കേട്ടോ. ഇനി അൻ തഴുതു എന്ന് പറഞ്ഞാൽ എന്താ? അൻ അവിടെ കുറച്ച് നാവ് പഠിച്ചവർക്ക് അറിയാം. അന്ന് ചിലപ്പം അതിൻ്റെ ശേഷം ഒരു ലാ ഉണ്ടാവും. അൻ ല ആ ലാ കളഞ്ഞു പോവാൻ പിന്നെ അവിടെ പറയേണ്ടതില്ല എന്നാ. അല്ലാ തഴുതു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ മുഫസ്സിറുകളെ കാണാൻ സാധിക്കും. അപ്പം അല്ലാ തഴുതു എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുത്താല നിങ്ങളോട് ഉപദേശിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇനി മടങ്ങാതിരിക്കാൻ. മറ്റൊന്ന്, മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നത് ലായുടെ ആവശ്യമൊന്നുമില്ല. അൻ തഴുതു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം വഅല എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് പിന്നെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. എന്തിന്ന്? മിനൽ ഔദ്. അപ്പം അസ്സറ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭാഷയാണ് കേട്ടോ. അസ്സറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ മിന്നാണ്. അപ്പോൾ അസ്സറ അൻ തഊദു മിൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിങ്ങളോട് ജാഗ്രത പാലിക്കാൻ, നിങ്ങൾ അതിൽ നിന്ന് മടങ്ങണം എന്ന് ജാഗ്രത പാലിക്കാനാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങൾ മടങ്ങണം എന്ന് നമ്മൾ പിന്നെ ജാഗ്രത അവിടെ പിന്നെ പാലം പൊട്ടീന് കേട്ടോ, അതിൽ പോണ്ട, എന്തിനാ പോരെ, നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നതുപോലെ എന്താണ് ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കാണിക്കാനാണ് അല്ലാഹു തആല. അപ്പം അതിൻ്റെ അർത്ഥം എന്താവും? യുഅദ്ദിറുകുമുല്ലാഹു മിൻ ഔദിഹി എന്നാക്കും എന്ന് അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. മറ്റൊരർത്ഥം, ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി നിങ്ങൾ മടങ്ങുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാനാണ്. ജാഗ്രതയും സൂക്ഷ്മതയും ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ പറഞ്ഞ മുഫസ്സിർ, നിങ്ങൾ ഇത് 2 ആശയം മനസ്സിലാക്കുക. ഒന്ന്, മടങ്ങാതിരിക്കാൻ അള്ളാഹു ഉപദേശിക്കുന്നു. 2, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇനി ആ കാര്യത്തിൽ പോയി പെടാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന അർത്ഥവും വഅല എന്ന് പറഞ്ഞതിനുണ്ട്. ഇതൊക്കെ ഇപ്പം ഭാഷയാണ് അല്ലേ? അപ്പം ഇവിടെ വഅല് എന്ന് പറയുമ്പോൾ 2 ആശയം വരും. ഒന്ന്, പിന്നെ ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനാരാ? മുത്തക്കല്ലിം, സ്പീക്കർ. നിങ്ങളാരാ? മുഖാത്തബാണ് നിങ്ങൾ അല്ലേ? അതിനെന്താ പറയല്? ശ്രോതാവ് അല്ലേ? അപ്പം ശ്രോതാക്കളെ ഒരു പ്രധാന കാര്യത്തിൽ നിന്ന് പിന്നെ വിട്ടു നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുന്നതിനാണ് വഅല് എന്ന് പറയാ. അതാണ്, അങ്ങനത്തെ കലാമിനാണ് വഅല് എന്ന് പറയാ എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഏകദേശം ഇതൊക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ പോയത് കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആ രൂപത്തിലുള്ള ഉപദേശമാണ് അല്ലാഹു തആല നിങ്ങൾക്ക്
തെളികണ് അല്ലേ? എത്ര തെറ്റ് ചെയ്താലും അള്ളാഹ് നമ്മളെ ചവറ്റും കൊട്ടേക്കാണ്ട് ഇടുണ്ടോ? ഇല്ല അല്ലേ? അത്ര കാരുണ്യവാനാണ് അള്ളാഹു. അതാണ് ഉദ്ദേശിക്കുന്നത്. യഅ്ലുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദ. പിന്നെ പറയാം ലിമിസ്ലിഹി പറഞ്ഞാൽ എന്താ? ഏതുപോലുള്ളത്? നേരത്തെ ആയിഷ ബീവിയുടെ പേരിൽ പറഞ്ഞ ഹദീസുൽ ഇഫ്കില്ലേ, ആ ഇഫ്ക് പോലുള്ള വർത്തമാനത്തിലേക്ക്, അതുപോലുള്ളതിലേക്ക് നിങ്ങൾ മടങ്ങാതിരിക്കാൻ. അബദൻ എന്ന് പറഞ്ഞാലോ അതിന്റെ കാലാവധി എത്ര? ഭാവിയാണ് ഉദ്ദേശിക്കുന്നത്. ഭാവി എന്ന് പറയുമ്പോൾ എങ്ങനെ കണക്കാക്കുക? നിങ്ങൾ ഭാവി എങ്ങനെ കണക്കാക്കുക? പാസ്റ്റ്, പ്രസന്റ്, ഭാവി എങ്ങനെ കണക്കാക്കുക? എങ്ങനെ? ഉണ്ട് അതിന്റെ തുടക്കോ അതപ്പം എനിക്ക് കിട്ടണ്ടേ? മരണം അടക്കട്ടെ. പറഞ്ഞത് മുതൽ അല്ലേ? അപ്പൊ പ്രസന്റിന്റെ ഒരു ഭാഗയിലുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ, ഇത് വേറെ വിഷയമാവും. അപ്പോൾ ഇംഗ്ലീഷുകാർ ടെൻസിനെ വിഭജിച്ചപ്പം ആദ്യം എന്താ വിഭജിച്ചത്? സിമ്പിൾ സിമ്പിൾ പ്രസന്റ്, ഇനി സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. എന്തുകൊണ്ടാ? ഇപ്പം ഞാൻ പ്രസന്റിലാണുള്ളത്, ഞാൻ കഴിഞ്ഞ കാലടി വെച്ച ആ പ്രസന്റിനോട് അടുത്താണ് ഞാനുള്ളത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ അബദ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല എന്തുകൊണ്ട് മുസ്തഖ്ബിലൻ എന്ന് പറഞ്ഞാൽ എന്ത് സുഖം ഉണ്ടായിനി അല്ലേ? പക്ഷെ അതല്ല അള്ളാഹ് പറഞ്ഞു. അബദ, ഇനി അടുത്ത കാലടി ജട് വെക്കുമ്പോഴത്തേനും എന്ത് ചെയ്യാൻ പാടില്ല? ഇനി യാതി സംസാരിക്കരുതിട്ടോ മോനെ എന്ന് ബാപ്പ ഉപദേശിക്കില്ലേ? അതേപോലെ യഅ്ലുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദ. ഇനി ഞാൻ അടുത്ത ശ്വാസം അയക്കൂലേ, അത് മുതൽ അന്ത്യനാൾ വരെ, എൻ്റെ മരണം വരെ അല്ലെങ്കിൽ അന്ത്യനാൾ വരെ എന്ത് ചെയ്യാൻ പാടില്ല? ഇത്തരം വർത്തമാനം, ഈ ആരോപണ വർത്തമാനം ഇനി നിങ്ങൾ പറയരുതേ. അതിനാ അള്ളാഹു തആല ഉപദേശിക്കുക. അപ്പം ആ വാക്കിലൊക്കെ അടങ്ങിയിരിക്കണ ഓരോരോ കുട്ടൻസ് മനസ്സിലാണ്ട് പങ്ങൾക്ക് ഉണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ ഇനി പറയാ ഇൻ കുൻതും മുഅ്മിനീൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇൻ എന്നാ ഇൻ കുൻതും, നിങ്ങൾ ഉന്ന പക്ഷം, മുഅ്മിനീൻ സത്യവിശ്വാസികളാണെങ്കിൽ, അല്ലെങ്കിൽ സത്യവിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്ന പക്ഷം അല്ലേ? എന്താണ് നമ്മൾ നാടൻ മലയാളത്തിൽ പറയും, ഷൗക്കത്തെ ജാണാണെങ്കിൽ ഇഞ്ഞ അങ്ങോട്ട് പോരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ആണല്ലെങ്കിൽ പോവാന്ന ആണാണെങ്കിൽ ഇജ അങ്ങോട്ട് പോരുത്, അല്ലെങ്കിൽ ജാണാണെങ്കിൽ അപ്പണി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസിയാണോ ആ പണി നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആണുങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ? ഇതേപോലെ വിശ്വാസിയാണെങ്കിൽ ആ പണി, ഏത് പണി? പണി ഈ ആരോപണം പറഞ്ഞ് നടക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യോജിച്ചതല്ല. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ നേരത്തെ ചുരുണ്ടി അടക്കണ അറിഞ്ഞില്ലേ? എന്തുണ്ട്? നേരെ ഓപ്പോസിറ്റ് ഇട്ട് വരിക. എന്താ ഉള്ളത്? നിങ്ങളെ വിശ്വാസത്തിന് എന്തോ കോട്ടമുണ്ട്, തകരാറുണ്ട്, അതിൻ്റെ ഉള്ളിൽ മൂർഖൻ പാമ്പുണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? അതാണ് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വാസം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞടക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വാസി എന്ന ആ സർക്കിളിൽ നിന്ന് എവിടെയോ പുറത്തു പോയിന് പരിശോധിക്കണം, ചെക്ക് ചെയ്യണം എന്നതാണ് അല്ലേ? അതാണ് ഇൻ കുൻതും മുഅ്മിനീൻ. ഒന്നുകൂടി ഓതി വയ്ക്കാണ് യഅ്ലുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദ ഇൻ കുൻതും മുഅ്മിനീൻ. ഇനി ഈ ആരോപണ വർത്തമാനം പോലുള്ളത് അടുത്ത ശ്വാസം വലിക്കുന്നത് മുതൽ നിങ്ങളുടെ ശ്വാസം അവസാനിക്കുന്നത് വരെ ഇത്തരം വർത്തമാനങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. അതിനാണ് ഞങ്ങളോട് ഉപദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വാസം എന്ന സർക്കിളിൽ നിന്ന് പുറത്തു പോവാൻ അത് കാരണമാകുന്ന ആലോചിച്ചു നിങ്ങൾ അല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ഓരോരോ പദപ്രയോഗത്തിൻ്റെ ആ കുട്ടൻസ്, ആ ചേരുവ, എത്ര നമ്മൾ കല്ലിങ്ങനെ വെക്കണില്ലേ, പിന്നെ പരിപ്പണി എടുക്കണമല്ലോ ഇവിടെ, ആ കല്ലിങ്ങനെ വെച്ചിങ്ങനെ കാണാൻ എന്ത് സുന്ദരീകാരം. എന്നാ ആ ചേരുവല്ലെങ്കിലോ അത് പൊളിഞ്ഞാടുന്നല്ല, ഒരു കാറ്റടിച്ചാൽ ആക്കെ തൂഫാനാവും. അപ്പം ഓരോ പദവും തമ്മിൽ അല്ലാഹു തആല ഫിറ്റ് ചെയ്തതിലുള്ള ആ അലങ്കാരം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ പ്രത്യേക അർത്ഥമുണ്ട്. ഇനി പറയാം വയുബയ്യിനുല്ലാഹ്
വയുബയ്യിനുല്ലാ ഈ പിന്നെ ഇതിനെപ്പറ്റി മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകളൊക്കെ കുറച്ച് പിന്നെ ഗൗരവത്തോടു കൂടി പറഞ്ഞാണ്. എങ്ങനെ പറഞ്ഞതറിയോ? പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ആയത്ത് അവതരിപ്പിച്ചിട്ട്, ഏതായത്ത് അവതരിപ്പിച്ചിട്ട്, ഇനി നിങ്ങളതിലേക്ക് മടങ്ങാൻ പാടില്ല, നിങ്ങൾ വിശ്വാസമെന്ന ഗണത്തിൽ നിന്ന് പുറത്താകും എന്ന ആ ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലായിട്ട് വീണ്ടും അയാളത് പറയുകയാണെങ്കിൽ, വീണ്ടും ആയിഷ ബീവിയെ പറ്റി ഒരാളത് പറയുകയാണെങ്കിൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ വാക്കിതാണ്, മൻ സബ്ബ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ഒരാൾ പിന്നെ അസഭ്യം പറഞ്ഞാൽ, വമൻ ഖാലഫൽ ഖുർആന അല്ല ഉദ്ദിബ, അത് വേറെ പദാണ്, ഉദ്ദിബ, അയാൾക്ക് ശിക്ഷ കൊടുക്കണം. വമൻ സബ്ബ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ ഒരാൾ അസഭ്യം പറഞ്ഞാൽ കുത്തില, കൊല ചെയ്യപ്പെടണം. ആര് പറഞ്ഞതാ? എൻ്റെ വാക്കല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ആലോചിക്കും, അത്ര ഗൗരവമുള്ള കാര്യമാണ് എന്ത്, ഈ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത്. മറ്റിടത്ത് കാണാം, ആയിഷ ബീബി പറയുന്നത് കാണാം, ആയിഷ ബീബി അല്ല, ഇമാം മാലിക്കിൻ്റെ തന്നെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു വാക്ക് കാണാം, വമൻ സബ്ബ ആയിഷ ഫഖദ് ഖാലഫൽ ഖുർആൻ, ആയിഷ ബീബിയെ പറ്റി ഒരാൾ അസഭ്യം പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ, വമൻ ഖാലഫൽ ഖുർആന, ഖുർആൻ അയാൾ എന്ത് ചെയ്തു, ഖുർആനിന് എതിരാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് കുത്തില്ല. ആലോചിക്കുങ്ങൾ. അപ്പോൾ അത്ര ഗഹനമായി സലഫുസാലികളായ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ ആയത്തിനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊല ചെയ്യപ്പെടണോ പെടണ്ടേ നമുക്ക് വീണ തീരുമാനിക്കാം. അപ്പം ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഇതിനെ ഗഹനമായി പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരർത്ഥം. പിന്നെ വയുബയ്യിനുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. ഒരു കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബയാൻ എന്താന്നൊക്കെ. പിന്നെ വല്ലാഹു അലീമുൻ, എന്തറിയുന്നവനാണെന്നാ, ശരിക്കും അവിടെ അറിയുന്നവനാണെന്ന് തന്നെ. പക്ഷെ എന്താണത്? അല്ലാമ ബഗവി റഹ്മഹുല്ല അതിന് തഫ്സീർ കൊടുത്ത് എങ്ങനെയാണ്, ആയിഷ ബീവിയുടെയും സഫ്വാനിൻ്റെയും സംഭവം അള്ളാഹു ശരിക്കും അറിയുന്നവനാണ്. ഇതല്ലേ ഇപ്പോൾ ഇവിടെ വിഷയം. ആയിഷ ബീവിയും സഫ്വാനും എന്ത് ചെയ്തു, എന്താ ചെയ്തു, ആ ബന്ധം നടന്നു എന്ന ആരോപണമാണല്ലോ ഇവർ പറഞ്ഞുണ്ടാക്കിയത്. എന്ത് അയാളെ എന്താണ്, എന്ത് മിസ്താണ്, മിസ്താബിന് അസാസേ, ഇങ്ങനെ തന്നെയല്ലേ, മിസ്തഹാണ് പേര്. അപ്പോൾ ആ പറഞ്ഞുണ്ടാക്കിയത് പിന്നെ ആയിഷ ബീയുടെ പേരിലും സഫ്വാൻ പേരിലുമാണല്ലോ എന്ന് ആ കാര്യം ശരിക്കും ആർക്കറിയാം? അള്ളാഹു അതിൻ്റെ നിജസ്ഥിതി അറിയുന്നവനാണ്. ഹക്കീമുൻ, ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? യുക്തിമാനാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന ആ ഹിക്മത്തും ആ അറിവും ആർക്കുണ്ട്? അള്ളാഹ്ക്കറിയും എന്നതാണ് അല്ലാമ ബഗ്വി അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആയത്ത് ഇന്നല്ലദീന, എന്താ അർത്ഥം? ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, യുഹിബ്ബൂന, ഇഷ്ടപ്പെടുക, അല്ലെങ്കിലോ മറ്റൊരർത്ഥം താല്പര്യപ്പെടുക, മറ്റൊന്ന് കൗതുകത്തോടു കൂടി കാണാം. അതിലിഷ്ടം വേണം, നാലേ കൗതുകം ഉണ്ടാവുള്ളൂ. ഞാനിപ്പം ഈ പേരങ്ങനെ കൗതുകത്തോടു കൂടി എപ്പോഴാണ് കാണുക? അതിനോട് എനിക്ക് താല്പര്യം വേണം അല്ലേ? അല്ലെങ്കിൽ ഞാൻ കൗതുകം കാണുമോ? ഇല്ല. അപ്പം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണത്. ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും കൗതുകത്തോടു കൂടി കാണുന്നവർ. അൻ തശീ അൽ ഫാഹിഷതു, ഷാ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ? ഷാ ഷാ എന്ന് പറഞ്ഞ എന്താ? വൈറലാണ്. ഇതിനെന്താ അറബി പറയാ? ഷാന, വൈറലാവുക. ഇത് ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അറബിയോ ഇംഗ്ലീഷ് മലയാളമോ? അല്ല, ഇംഗ്ലീഷോ മലയാളമോ? ഇംഗ്ലീഷല്ലേ? അതിൻ്റെ ശരിക്ക് ആ വേരൊന്ന് അന്വേഷിച്ച് വെക്കേണ്ടി കേട്ടോ. ഷാ
പ്രചരിക്കുക, ജനകീയമാവുക, ആളുകൾക്ക് എത്രയും പെട്ടെന്ന് എത്തുക, വ്യാപകമാകുക എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. ഫാഹിഷത്തോ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഫാഹിഷത്താണ്. അശ്ലീലമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഫാഹിഷത്താണ്. അതൊരു ജനറലായ പദമാണ്. എന്തിനു പറയും? വ്യഭിചാരത്തിന് പറയും. ഫാഹിഷത്ത് വ്യഭിചാരത്തിന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തെ ജനങ്ങൾക്കുള്ള ഒരു പരിപാടിയില്ലേ, എന്താ പറയാ, സ്വവർഗരതി, അതിനും ഫാഹിഷത്ത് പറയും. കളവ് നടത്തുന്നതിനും പറയും ഫാഹിഷത്ത് അല്ലേ? എന്ത് വേണ്ടാവൃത്തി നടത്തുന്നതിനും പറയും, സിനക്കും പറയും. അപ്പം ഇതൊക്കെ ഫാഹിഷത്ത് എന്ന പദത്തിൽ പെടും. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഫാഹിഷത്ത്. ആ ഫാഹിഷത്ത് എന്താ? ഇനി അറബി ഭാഷയിൽ നിങ്ങൾ കുറച്ച് അറബി ഭാഷയിലേക്ക് വരണം. പത്രം വായിക്കണവർക്കറിയാം. ഷായാത്ത്, ഇതെന്തിനാ ഉപയോഗിക്കുക അറബിയിൽ? ഷായാത്ത്, ഇഷാഅത്ത് എന്തിനാ ഉപയോഗിക്കുക? ഞാൻ നാളെ അറബി പത്രം കിട്ടുമ്പോൾ നോക്കി, എല്ലാ ദിവസവും ആ പദം വരും. ആ പദം ഇല്ലാത്ത ഒരു അറബി പത്രം ഒരു ദിവസം ഉണ്ടാവും, ഇല്ലാതെക്കൂല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, പിന്നെ കള്ളവാർത്ത, ഫേക്ക് ന്യൂസ് എന്ന് നമ്മൾ പറയല്ലേ, റൂമർ എന്ന് പറയില്ലേ, പിന്നെ കിംവദന്തി എന്നൊക്കെ പറയില്ലേ, കുപ്രചരണം എന്ന് പറയാറില്ലേ, യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എന്തു പറയും? ഷായിയാത്ത്, ഇഷാഅത്ത്. ഇത് ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ഇഷാഅത്ത് അല്ലെങ്കിൽ ഷായിയാത്ത്. രണ്ട് പദം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതിൻ്റെ പിന്നിലെന്താ? എന്തിനാ ഷായിയാത്ത് ഉപയോഗിക്കണത്? എന്തിനാ നമ്മളിപ്പോൾ വ്യാജവാർത്ത അല്ലെങ്കിൽ കിംവദന്തി ഒരാളെ പറ്റി പറയണത് എന്തിനാ? അല്ലെങ്കിൽ ഹദീസുൽ ഇഫ്ക് അക്കയിൽപ്പെട്ടതാ. കള്ളവാർത്ത പറയുക, ആരോപണം പറയുക, ഇത്തിഹാമ് പറയുക, കിംവദന്തി പറയുക, ഇങ്ങനെ പോയി ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഷായിയാത്ത് അല്ലെങ്കിൽ ഷാഅത്ത്. അത് ഒരു ആയുധമാണ് ശത്രുക്കളുടെ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ശരിക്ക്? അങ്ങനെ പറയുമ്പോൾ എന്താ? ഞാനിപ്പോൾ ഒരു കിംവദന്തി അല്ലെങ്കിൽ ഒരു വ്യാജ കള്ളവാർത്ത പറയുമ്പോൾ അതിൻ്റെ പിന്നിലെന്താ? എൻ്റെ ഉദ്ദേശം എന്താവും? ഫിത്ന ഉണ്ടാക്കണം അല്ലേ? കുഴപ്പമുണ്ടാക്കാനല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. മറ്റൊരായത്തുള്ളത് വൽ ഫിത്ന അക്ബറു മിനൽ ഖത്ൽ. കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് ഒരു കൊല ചെയ്യണതേക്കാൾ ഭീകരമാണെന്ന അല്ലേ? അത്ര ഗുരുതരമാണ്. അക്ബർ ഗുരുതരമാണ്, അശദ് ഭീകരമാണ്, കഠിനമാണ്. ആലോചിച്ചു നിങ്ങൾ. അപ്പോൾ ഈ ആയുധം ഉപയോഗിക്കുക. ഇതുപോലെ ഹദീസുൽ ഇഫ്ക് പോലുള്ള അത്തരം പിന്നെ ആരോപണത്തിൻ്റെ ആയുധമോ കിംവദന്തിയുടെ ആയുധമോ ഈ ഷായിയാത്തിൻ്റെ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ആണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏത് കാലഘട്ടത്തും ഉണ്ടാവും അല്ലേ? ഒരു കിംവദന്തി, ഒരു കുപ്രചരണം അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത വാർത്ത അങ്ങോട്ട് പറഞ്ഞു നോക്കി നിങ്ങളിപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മറ്റാരോടെയും പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, ആ ഇവിടുന്ന് കേട്ടുപോവും. എന്നാ ഞാനിപ്പം മറ്റെന്തെങ്കിലും ഇന്ന സ്ഥലത്തേ അവിടെ ഇന്ന ആള് ഇന്ന കാരണത്തിനേ ഒരു വേണ്ടാവൃത്തിക്ക് പിടിക്കപ്പെട്ടു പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങി എണീച്ചത് മുതൽ പിന്നെ അടുത്ത ഉറക്കം വരെ ഇതിങ്ങനെ മറ്റവനോട് ഇങ്ങനെ പറയും അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. കിംവദന്തി പഠനം പറയുന്നത് 3 ഇരട്ടി ഒരു സാധാ വാർത്ത പ്രചരിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി സ്പീഡിൽ, അഥവാ 70% ഒരു വാർത്ത നമ്മളിപ്പം പിന്നെ എത്ര ശതമാനം സ്പീഡിലാണ് പോകണമെങ്കിൽ 70% സ്പീഡിൽ കിംവദന്തികൾ
മനുഷ്യന്മാരുടെ അടുത്ത് എത്തുന്ന ആലോചിച്ച് നിങ്ങൾ. അത്ര കഴിവാണ്. അതുകൊണ്ടാണ് ഈ ആയുധം ആരും ഉപയോഗിക്കാൻ കാരണം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏത് കാലഘട്ടത്തും ഉപയോഗിക്കാനുള്ള ഓറിയന്റലിസ്റ്റുകളൊക്കെ ഇപ്പം എന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ എന്നും ഉപയോഗിക്കണം. അതിൽ പല തരത്തിലുള്ളത് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇഷാഅത്തുൽ ഖൗഫ് എന്ന് പറയും. ഇഷാഅത്തുൽ ഖൗഫ് ഈ ഒരു ആയുധം ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഇഷാഅത്തുൽ ഖൗഫ് പറയുന്നത്? ജനമനസ്സുകളിൽ വെപ്രാളവും പേടി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിട്ട് പ്രചരിപ്പിക്കാം. ഏതുപോലെ പിന്നെ മുനാഫിക്കുകളായ ആളുകൾ പിന്നെ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും ഒരിക്കൽ പറഞ്ഞില്ലേ, 2-ാം ബദർ യുദ്ധം ഉണ്ടായില്ലേ, 1-ാം ബദർ യുദ്ധമല്ല, ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ടൊരു യുദ്ധമുണ്ട്, യുദ്ധം നടന്നിട്ടില്ല. ആ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്താ കാരണം ആ യുദ്ധത്തിന് കാരണം? ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, നമുക്ക് ഞാൻ അടുത്ത ദിവസം എവിടെ വെച്ച് കാണാം, ബദറിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞുപോയി. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ എന്ത് ചെയ്തു? സൈന്യത്തൊക്കെ ഒരുക്കി ബദറിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാനും കൂട്ടർക്ക് എന്ത് ചെയ്യില്ല, സാമ്പത്തിക പരാധീനത കാരണം അങ്ങോട്ട് വരാൻ സാധിച്ചില്ല. കാരണം ഒരു പറ്റ പാപ്പറായി ആ ഉഹദിനോട് തന്നെ, ബദർ യുദ്ധത്തെ നേരത്തെയുള്ള ബദർ യുദ്ധത്തോടൊക്കെ പാപ്പറായി അവർ. പക്ഷേ അവർക്ക് വരാൻ സാധിച്ചില്ല. അപ്പം വരാൻ സാധിക്കില്ല എന്ന് മുനാഫിക്കുകൾക്ക് അറിയാം. മുനാഫിക്കുകൾ അവിടെ എന്ത് ചെയ്തു? ഒരു ഷായിയാത്ത്, ഒരു കുപ്രചരണം, ഒരു കിംവദന്തിയാണ് പ്രചരിപ്പിച്ചു. എന്താ പ്രചരിപ്പിച്ചത്? അല്ലദീന ഖാല ലഹുമുന്നാസ്, ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകൾ വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, അവർ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ നേരിടാൻ വേണ്ടി വലിയ സൈന്യത്തെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഓല സൈന്യം വലിയ സൈന്യമാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം. ആരോടാ പറയേണ്ടത്? നബിയോടും സഹാബത്തിനോടും വന്നിട്ട് മുനാഫിക്കുകൾ പറയും. എന്തിനാണത്? മുസ്ലിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ടാക്കാനുള്ള, അതാണ് ഇഷാഅത്തുൽ ഖൗഫ്. ഇത്തരം കിംവദന്തി, ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം വ്യാജവാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് അത് ഉണ്ടാക്കുന്നത് മുസ്ലിം ലോകത്തെ ഭയപ്പെടുത്താനും അവരുടെ മനസ്സിൽ ഈ ഖൗഫ് ഉണ്ടാക്കാനുമാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസിയായ ആളുകൾക്ക് ഇങ്ങനെ ഖൗഫ് ഉണ്ടാക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഫസാദുഹും ഈമാന, അവർക്ക് സത്യവിശ്വാസം വർദ്ധിച്ചു. മാത്രല്ല വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് പടച്ചോൻ മതി, വനിഅമൽ വക്കീൽ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ആ അള്ളാഹു എത്ര ഉത്തമനാണ് എന്ന് ആ സഹാബത്ത് അവിടെ വെച്ച് ഉടനെ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പം നോക്കി നിങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താ? എന്തിനാ അപ്പം ഖുർആൻ നമ്മളോട് ഇങ്ങനെ പറയണേ? സത്യവിശ്വാസികളെ, ഏത് നൂറ്റാണ്ടപ്പം? 21-ാം നൂറ്റാണ്ട് തന്നെയല്ലേ? 22 ആയില്ലല്ലോ. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിശ്വാസികളെ, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇതേപോലുള്ള ഷായിആത്ത്, കുപ്രചരണങ്ങൾ, കിംവദന്തികൾ, കള്ളവാർത്തകൾ, ഫേക്ക് ന്യൂസുകൾ, റൂമർ തുടങ്ങിയതൊക്കെ ഈ ആയുധം അവർ ഉപയോഗിക്കും കേട്ടോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയ അൽ ഫായിശതു ഫില്ലദീന ആമനു. നോക്കി നിങ്ങൾ അല്ലേ? ഇനി ആലോചിച്ചു നിങ്ങൾ, മറ്റൊന്ന് ഇതെന്തെങ്ങനെ ഇനി രണ്ടാമത്തത് ഷായിയാത്തുൽ കറാഹിയ അല്ലെങ്കിൽ കറാഹത്ത് അറിയും. എന്താണ് രണ്ടാമത്തെ ഒരു ഷാഅത്ത്? എന്താണ് കറാഹത്ത് പറഞ്ഞാൽ എന്താ? കറാഹിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വെറുപ്പുണ്ടാക്കുക അല്ലേ? അപ്പം ജനമനസ്സുകളിൽ പിന്നെ വെറുപ്പ് ഉദ്ദേശിച്ചു കൊണ്ടിട്ട് ഇത്തരം കിംവദന്തികളും ആരോപണങ്ങളും ഫേക്ക് ന്യൂസുകളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മറ്റൊരു പദപ്രയോഗമാണ്, മറ്റൊരു ഐഡിയ ആണ്. എന്തിനാണത്? അതും നേരത്തെ പറഞ്ഞ ലക്ഷ്യം തന്നെ, കുഴപ്പമുണ്ടാക്കാൻ. ഇപ്പോൾ ഞാനും പിന്നെ മജീദ് സലായും ഒരു കട്ടയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? മറ്റൊരാൾ വന്നിട്ട് മെല്ലെ ഒന്ന് അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയാ? നിങ്ങളെ പറ്റിയാ പറഞ്ഞു കൊടുത്തത് അയാളാട്ടോ എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ എന്തിനാണത്? അയാളുടെ മനസ്സിൽ എന്തിട്ട്?
എന്നോട് ചെറിയ വെറുപ്പ്, വലിയ വെറുപ്പൊന്നുമില്ല, എന്തോ ഒരു അസ്വാരസ്യം അവിടെ ഒരു മുളപൊട്ടി അല്ലേ. അടുത്ത വേറെ ആളൊന്നും പറയും, അപ്പോൾ ഒന്നുകൂടി മുളപൊട്ടി. അപ്പം എന്താവും? അപ്പം എന്തുണ്ടാവും? സമൂഹം എന്ന് ഇതിപ്പോൾ ഒരു ചുമരല്ലേ അല്ലേ. ഈ ചുമരിന് കല്ല് ഇങ്ങനെ വെച്ചാൽ അപ്പം അങ്ങനെ നിൽക്കപ്പ് ഇല്ല. അതിൻ്റെ ഇടയിൽ എന്ത് വേണം? സിമൻറ്റ് വേണം, ചേരുവ വേണം അല്ലേ, മിസാജ് വേണം. ഇതേപോലെ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളും മറ്റുള്ളവരും, നമ്മൾ തമ്മിൽ, നമ്മളൊക്കെ ഈ ചുമരിൻ്റെ കല്ലുകളെ പോലെ ആ കല്ലുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ചേരുവ എന്ന് പറയുന്നത് എന്താ? ആ സാഹോദര്യം, വിശ്വാസത്തിൻ്റെ സാഹോദര്യമാണ് അല്ലേ. ആ വിശുദ്ധ ഖുർആനിലും പിന്നെ പ്രവാചകനിലൊക്കെയുള്ള ആ വിശ്വാസത്തിൻ്റെ സാഹോദര്യമാണ്. ആ സാഹോദര്യത്തെ പിന്നെ മെല്ലെ അങ്ങോട്ട് അവിടുത്തെ ആ കല്ല്, ആ രണ്ട് കല്ലുടെ ഇളക്കാൻ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിലുള്ള ആ മിശ്രിതം അങ്ങോട്ട് സിമൻ്റ് ഇട്ട് ഒഴിവാക്കിയാൽ പോരെ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വെറുപ്പിൻ്റെ എന്താ പറയൽ, ഈ വെറുപ്പിൻ്റെ പിന്നെ ആയുധം ഉപയോഗിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അതുള്ളതാ അല്ലേ. ഏറ്റവും കൂടുതൽ മുസ്ലിം ലോകത്തും ഇന്ന് അത് കൂടുതലാ. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട്, അഞ്ഞ് മുസ്ലിം അല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറുപ്പ് ശത്രുക്കൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് ഈ കുടുംബത്തിലുണ്ടാവും. അത് ഏട്ടൻ്റെയും അനിയൻ്റെയും കുടുംബം, അതിൽ മിക്കവാറും പങ്കുകൊള്ളുന്ന ഈ കയറി വന്ന പെണ്ണുങ്ങളാവട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ഏട്ടൻ്റെയും അഞ്ചൻ്റെയും കുടുംബം ആദ്യം നല്ല അറ്റാച്ചാവും, ചെറിയ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ കൊണ്ടുവരും. അതാണ് ഇഷാഅത്ത്. ആദ്യം അതിന് ഉപയോഗിക്കണ ആയുധം വെറുപ്പുണ്ടാക്കാൻ ഇങ്ങനെ എന്തെങ്കിലും കിംവദന്തികൾ, ആരോപണങ്ങൾ ഉണ്ടാക്കും. അതും ശത്രുക്കളുടെ മറ്റൊരു ഐഡിയ ആണ്. മറ്റൊന്ന് ഷായിഅത്ത് സിയാസിയ എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോൾ ഒരു ഭരണകൂടത്തെയൊക്കെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഇതുണ്ടല്ലോ അല്ലേ. എങ്ങനെ ഭരണകൂടത്തെ തകർക്കുക? തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഓൻ വേണ്ട, ഇപ്പം വേണം, ഓൻ അങ്ങനെ, ഇവനിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വെറുപ്പുണ്ടാക്കണ ഓരോന്നിങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓൻ അതടുത്ത് തിന്നും അല്ലേ. ചൂണ്ടയിടാൻ പോയി ഞങ്ങളൊക്കെ പോയിനോ? എവിടേക്ക്? അയാൾക്ക് അറിയാൻ മതിയോ, മഞ്ഞയും പിടിക്കാൻ പോലെ. ചൂണ്ടയിടാൻ പോകുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? എന്താ ചെയ്യുക? ഇട്ട് കൊടുക്കും. അപ്പം മീൻ കൊത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒറ്റ വലിയ വലിക്കല അപ്പം തന്നെ ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കും അല്ലേ. അതേപോലെ ആദ്യം ഒരു ബിസ്ക്കറ്റ്, പിന്നൊന്ന് ഒരു കിവ്വന്തതി ഇങ്ങനെ ഇട്ട് കൊടുക്കും. നീട്ടിയിട്ടിട്ട് ഒറ്റ വലിച്ചിട്ട് കരക്കാട് കൊടുക്കും. ഓൻ പുറത്താട് പോകും. ഇതാണ് തെരഞ്ഞെടുപ്പുകളിലെ കിംവദന്തികൾ, ആരോപണങ്ങൾ. ഒരു രാഷ്ട്രത്തെ, ഒരു ഭരണകൂടത്തെ തകർക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഇഷാഅത്ത്. എന്തിനാപ്പം ഞാൻ അതൊക്കെ പറയണേ? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ പദപ്രയോഗത്തിൻ്റെ ഉള്ളിൽ, നേരത്തെ ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടി പറയാം അല്ലേ, ആ ചമ്മലിൽ ചുരുണ്ട് കിടക്കുന്ന ആശയബാഹുല്യം എത്ര വലുതാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശി അൽ ഫാഹിഷതു ഫില്ലദീന ആമനു. മറ്റൊന്ന് പിന്നെ വേറെയും ഒരുപാട് ഇശാഅത്തുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ പിന്നെ എന്താ പറയുക, ആരോപണം പറയില്ലേ. ആരോപണം എന്താ? ഈ ആരോപണത്തിൻ്റെ പിന്നിലുള്ളത്, ആരോപണത്തിൻ്റെ പിന്നിൽ എന്താ? ഞാൻ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ആരോപണം പറയുമ്പോൾ എന്താ ഉണ്ടാവുക? ജനങ്ങളിൽ എന്താ ഉണ്ടാവുക? ആരോപണം പറയപ്പെടുന്ന ആളുടെ ആത്മവീര്യം അങ്ങനെ കുറഞ്ഞു വരും അല്ലേ. ഞാൻ ഇപ്പോൾ ഷൗക്കത്തിനെ പറ്റി ഇന്നൊന്ന് പറഞ്ഞു, നാളെ എനിക്കറിയാം ഓൻ നേതാവാൻ പോവാ, അപ്പോൾ ഒന്നൊന്ന് പറഞ്ഞ്, നാളെ ഒന്ന് പറഞ്ഞ്, മറ്റന്നാളൊന്ന്. അപ്പോൾ ഓൻ എന്തുണ്ടാവും? ഓനിങ്ങനെ വല്ലോട്ട് ആത്മവീര്യം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് എന്തു ചെയ്യും? പിന്നോട്ടടിക്കും. ഇതും പിന്നെ അപ്പം ആരോപണം എന്ന് പറയുന്നതും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്യുന്ന മറ്റൊരു ഐഡിയ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് വേണം? അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? സമൂഹത്തിൽ രക്തം ചിന്തലുണ്ടാവും, കൊലയുണ്ടാകും, ആത്മഹത്യ ഉണ്ടാവും, യുദ്ധം ഉണ്ടാവും,
കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോകും. ഒരു നാട്, അയൽപക്കം തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങളില്ലേ അല്ലേ? കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, പിന്നെ അങ്ങനെ തുടങ്ങി സ്നേഹബന്ധം, ഈ ബന്ധങ്ങളൊക്കെ എന്താകും? ശിഥിലമാകും ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ടാണ് എന്താപ്പം പറഞ്ഞോനാട് പറഞ്ഞോട്ടെ, ആരോപണം പറഞ്ഞോട്ടെ, എന്തിനാ അതിൻ്റെ പിന്നാലെ പോണ്? അല്ല, ആരോപണം പറയുമ്പോൾ എന്തുണ്ടാവും? ആരോപണം പറയപ്പെട്ട്, നിങ്ങളിപ്പം എന്നെ ആരോപണം പറഞ്ഞു അല്ലേ? ഞാനും ഇന്ന ആളുമായിട്ടൊരു ബന്ധമുണ്ട് നിങ്ങളാട് പറഞ്ഞ്, എനിക്കെന്താ? എനിക്കുള്ളതിനേക്കാൾ ആർക്കുണ്ടാവുക? നിങ്ങൾക്കാണ്, സമൂഹത്തിനാണ്. കുടുംബത്തെക്കാൾ ആ വിഷമം അനുഭവിക്കുന്നത് ആ കുടുംബവും ആ മഹല്ലും ആ നാടും ആ ഗ്രാമവും ഒക്കെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മായ പിന്നെ രൂപത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇന്നല്ലദീന, ചെയ്യുന്നവർ എന്നല്ല അല്ല പറഞ്ഞത്, ചെയ്യുന്നവർ എന്നാ പറഞ്ഞത്. ആരോപണം പറയുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ എന്നാ പറഞ്ഞത്? ഒരിക്കലും അല്ല അല്ല പറഞ്ഞത്. മറിച്ച് അല്ല എന്താ പറഞ്ഞത്? ആ ഫായിഷത്ത് പിന്നെ വൈറൽ കൗതുകം കാണുന്ന ആളുകൾ. അതിൽ ഒരു ആരോപണം പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചിരിക്കൂലേ അല്ലേ? കണ്ടില്ല നിങ്ങൾ? അതിൽ ആനന്ദം കൊള്ളുന്ന ആളുകളില്ലേ? അത് ചെയ്തിട്ടുണ്ടാവില്ല, അത് മറ്റൊരാൾ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചിരിക്കുന്ന ആളുകളുണ്ടാവില്ലേ? അവർക്ക് പോലും, ചെയ്തവർക്ക് മാത്രമല്ല. അതാണ് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശി അൽ ഫായിഷത്തു ഫില്ലദീന ആമനു. സത്യവിശ്വാസികൾക്കിടയിൽ ഇത്തരം ഫായിഷത്ത് പ്രചരിക്കണം, വൈറലാവണം, അല്ലെങ്കിൽ ഇത്തരം കുപ്രചരണങ്ങൾ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും മോഹിക്കുകയും അത് കൗതുകത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അള്ളാഹു എന്താ പറയണത്? ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ആലോചിച്ച് നിങ്ങൾ, ദുനിയാവിലും പരലോകത്തിലും വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത് എന്നാ. എന്തിനാ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അലീം എന്ന് പറയുന്നത് എന്തിനാ? അലീം എന്ന് പറഞ്ഞാൽ എന്താ? അലീമുൻ വളരെ ചിന്തിക്കേണ്ടതാണ്. ആ വേദനയുടെ കാഠിന്യം എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റൂല. അത് ദുനിയാവിലുണ്ടാവും, പരലോകത്തുണ്ടാവും. അപ്പം ദുനിയാവിൽ എങ്ങനെയാണ്? അവിടെയാണ് പ്രവാചകന്റെ ഹദീസിന്റെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ തിരുമേനി പറയുന്ന ഒരു ഹദീസിൽ കാണാം 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. ഏതാണ് 5 കാര്യങ്ങൾ? അഞ്ച് കാര്യങ്ങളെ പറ്റി പറയണ്ടേ. ഇപ്പോൾ ഒരു സമൂഹത്തിൽ 5 കാര്യങ്ങൾ പിന്നെ വ്യാപകമാകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കണ ഒരു ഹദീസിൽ കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു സമൂഹത്തിൽ വ്യഭിചാരം പോലുള്ള ഫാഹിഷത്ത് വ്യാപകമായി കഴിഞ്ഞാൽ അവരിൽ എന്തുണ്ടാവും? മുൻകാലഘട്ടത്തെ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലാത്ത രൂപത്തിലുള്ള വേദനകളും രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്ന ഉബ്തുലു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിലുള്ളത്. ഒരു സമൂഹത്തിൽ വ്യഭിചാരം പോലുള്ള ഫാഹിഷത്ത് പരസ്യമായി ചെയ്യുകയാണെങ്കിൽ ആ സമൂഹത്തിൽ നേരത്തെ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അല്ലേ, കഴിഞ്ഞു പോയ കുറേ ആളുകളില്ലേ, വാപ്പപ്പന്മാർ, അവർ സഹിക്കാത്ത രൂപത്തിലുള്ള വേദനകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ആ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ഫിദ് അദാബുൻ അലീമുൻ ഫിദ്ദുന്യ, നമ്മളിന്ന് അനുഭവിക്കണത് തന്നെയാണോ? ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. ചില രോഗങ്ങൾക്ക് നമ്മൾ ഓരോ പേര് പറയും, പക്ഷേ ആ രോഗത്തിൻ്റെ പ്രത്യേകത എന്താ? അതിശക്തമായ കഠിനമായ വേദനയാണ്. ആ രൂപത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ദുനിയാവ് വെച്ചിട്ട് തന്നെ അല്ലാഹു തരും. ഇനി പരലോകത്തെ പറയേണ്ടിയില്ലല്ലോ. അതുകൊണ്ടാണ് വൽ ആഖിറ. അപ്പോൾ ഒന്നുകൂടി ആയത്ത് വായിച്ചു നോക്കി. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശി അൽ ഫായിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ? മതി. നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ